എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസഖിയ. ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാലും എൻ്റെ രക്ഷക, എൻ്റെ രക്ഷക, എൻ ദൈവമേ, നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതിയെനിക്കേതുനേ. സഭ ഒരുമിച്ച് എൻ്റെ രക്ഷക, എൻ ദൈവമേ, നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതിയെനിക്കേതുനേരത്തും. എന്നേശുവല്ലാതില്ലെനിക്കൊരാശ്രയം ഭൂവിൽ. നിന്മാർവിലല്ലാതില്ലെനിക്കു വിശ്രാമം വേറെ. ഈ പാരിലും പാരത്തിലും നിസ്തുല്യനൻ പ്രിയൻ രക്ഷക, എൻ്റെ രക്ഷക, എൻ ദൈവമേ, നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതിയെനിക്കേതുനേരത്തും. എൻ്റെ രക്ഷക, എൻ ദൈവമേ, നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതിയെനിക്കേതു. എല്ലാ തരങ്ങളും തുറന്ന് എൻ്റെ രക്ഷക, എൻ ദൈവമേ, നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതിയെനിക്കേതുനേരത്തും. ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർക്ക് ഹൃദയം തുറന്ന് പറയുവാൻ പറ്റും, എൻ്റെ യേശു അല്ലാതെ എനിക്ക് വേറെ ഒന്നും വേണ്ട. ഈ ലോകത്തിലെ എല്ലാ സഖികളും എല്ലാ കൂട്ടുകാരും നമ്മെ വിട്ടു മാറിയാലും എൻ്റെ ചാരത്ത് ഞാൻ എൻ്റെ ഒരു നല്ല സഖിയെ കാണുന്നുണ്ട്. ഒരിക്കൽ കൂടെ ആ ഹൃദയം തുറന്ന് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി എൻ്റെ സ്വർഗത്തിൽ അപ്പനെ നോക്കി പറയുവാൻ പറ്റുമോ, എൻ്റെ രക്ഷക, എൻ ദൈവമേ, നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതിയെനിക്കേതു. ഈ വരികൾ നമ്മൾ ഇതിനകത്ത് പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഈ സഭയ്ക്കകത്ത് ദൂതന്മാരുടെ ഒരു വിസിറ്റേഷൻ സംഭവിക്കുകയാണ്. ഒരു ഏഞ്ചലിക് വിസിറ്റേഷൻ ഇതിനകത്ത് സംഭവിക്കുകയാണ്. ഈ സഭയ്ക്കകത്ത് നിന്ന് ചില പ്രതിസന്ധിയുടെ മേഖലകളെ ഇന്ന് പ്രഭാതത്തിൽ ദൂതന്മാർ എടുത്തു മാറ്റുകയാണ്. ഇതിനകത്ത് വലിയൊരു വാതിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം തുറക്കുകയാണ്. ഞാൻ ആത്മാവിൽ അത് കാണുന്നുണ്ട്. ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് ഇതിനകത്ത് വലിയൊരു ഡോർ ഓപ്പൺ ചെയ്യുകയാണ്.
ഈ സഭയ്ക്കകത്ത് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത നിലവാരത്തിൽ ഒരു ആത്മാക്കളുടെ വലിയൊരു പ്രവാഹം ഇന്ന് പകൽക്കാലം, അത് ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രവചിച്ച് ഡിക്ലെയർ ചെയ്യുകയാ. ആമേൻ. ഈ സഭയ്ക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത നിലവാരത്തിൽ ആത്മാക്കളുടെ വലിയൊരു പ്രവാഹം ഇന്ന് പകൽക്കാലം ദൈവസഭയ്ക്ക് വിരോധമായി പൈശാചിക മണ്ഡലങ്ങൾ കെട്ടി ഉയർത്തുന്ന എല്ലാ കോട്ടകളും ഉടയുകയാ. യെസ്. ഓ ശഖറാമ ശബ്ദര, ഒരു സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടർ ഈ സഭയ്ക്ക്. യെസ്, ഒരു സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടർ ഈ സഭയുമായി പരിശുദ്ധാത്മാവ് കണക്ട് ചെയ്യാൻ പോകുകയാ. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ നാളുകളിൽ ഈ സഭയിൽ അഭിഷിക്തനോടൊപ്പം സ്വർഗം ഒരു വലിയ എൻകൗണ്ടറിൽ ഏർപ്പെടാൻ പോകുകയാ. ഓ യാക്കോബ് നേരിട്ടതുപോലെ, ഒരു മൽപ്പിടുത്തം നടത്തിയതുപോലെ ഈ സഭയിലെ ദൈവദാസൻ വലിയൊരു എൻകൗണ്ടർ ഫേസ് ചെയ്യാൻ പോകുകയാ. ആ എൻകൗണ്ടറിൽ ഈ പട്ടണത്തെ ദൈവം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുകയാ. ഞാൻ ഇങ്ങനെ കാണുന്നു, മോശയുടെ കയ്യിൽ ഒരു വടി ദൈവം കൊടുത്തതുപോലെ ഇന്ന് പകലിൽ ഈ ദൈവസഭയുടെ മേൽ ഒരു അധികാരത്തിന്റെ ചെങ്കൽ കൈമാറുകയാ. നീ വടി നീട്ടിയാൽ ചെങ്കടൽ രണ്ടായി പിളരും. നീ വടി നീട്ടിയാൽ ചിലതൊക്കെ ഇവിടെ സംഭവിക്കാൻ പോകുകയാ. നിനക്ക് വിരോധമായി വെളിപ്പെടുന്ന ചില മേഖലകളെ ഇന്ന് പകൽക്കാലം സ്വർഗം ക്യാൻസൽ ചെയ്ത് നിന്റെ മുന്നിൽ ചില പുതിയ വഴികളെ തുറന്ന് ദൈവം ചിലത് ഇവിടെ ചെയ്യാൻ പോകുകയാ. ആമേൻ, ആമേൻ, ആമേൻ ഡിക്ലെയർ ചെയ്യുകയാ. ഒരു സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടർ ഈ സഭയ്ക്കകത്ത് വെളിപ്പെടുകയാ. Yes, yes. Receive the mighty presence of the Holy Spirit. Receive the mighty encounter of the Holy Spirit. ഇതിനകത്ത് ദൂതന്മാർ ചലിക്കുകയാ. ഞാൻ വ്യക്തമായി കാണുന്നു, ദൂതന്മാർ ഇതിനകത്ത് ചലിക്കുകയാ. ഇതിനകത്ത് ചിലരെ ദൈവം സെപ്പറേറ്റ് ചെയ്യാൻ പോകുകയാ. ഈ ദൈവസഭയ്ക്ക് വേണ്ടി ഇതിനകത്ത് നിന്ന് ചിലരെ ദൈവം സെപ്പറേറ്റ് ചെയ്യാൻ പോകുകയാ. അപ്പോസ്തലന്മാരുടെ ഇടയിൽ പത്രോസിനെ വിളിച്ചു വേർതിരിച്ചതുപോലെ, യോഹന്നാനെ വേർതിരിച്ചതുപോലെ, യാക്കോബിനെ വേർതിരിച്ചതുപോലെ ഇതിനകത്ത് നിന്ന് ചിലരെ ദൈവസഭയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് ചെയ്യാൻ പോകുകയാ. ഞാൻ പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ കാണുന്നു, ഒരു പുതിയ ചെരുപ്പ് ദൈവം നിന്നെ ധരിപ്പിക്കാൻ പോകുകയാ. ഇതുവരെ ധരിക്കാത്ത ഒരു പുതിയ ചെരുപ്പ് നിന്നെ മേൽ ധരിപ്പിച്ച് ദൈവം ഇതുവരെ നീ എത്താത്ത മേഖലകളിലേക്ക് ഈ നാളുകളിൽ ദൈവം നിന്നെ എത്തിച്ച് ചില പുതിയ ശുശ്രൂഷകളെ ദൈവം ഈ നാളുകളിൽ കൈമാറി ചില പട്ടണങ്ങളെ പിടിച്ചെടുക്കുവാൻ തക്കവണ്ണം ഒരു അസാധാരണമായ അഭിഷേകത്തിന്റെ ഒരു കൈമാറ്റം ഇന്ന് പകൽക്കാലം നിന്റെ മേൽ ദൈവം കൈമാറാൻ പോകുകയാ. നിങ്ങളുടെ ഈ വരവ് ഒരു സാധാരണ വരവല്ല, ഒരു ഭയങ്കരമായ ചേഞ്ചോടുകൂടി ഇവിടെ നിന്ന് നിങ്ങൾ അയക്കത്തുള്ളൂ. നിങ്ങളുടെ സഭയ്ക്കകത്ത് വലിയൊരു ഡെലിവറൻസ് നടക്കാൻ പോകുകയാണ്. നിങ്ങളുടെ സഭയ്ക്കകത്ത് ഭയങ്കരമായൊരു ഓപ്പണിംഗ് നടക്കാൻ പോകുകയാണ്. എനിക്കറിയത്തില്ല, ഒരു ബിൽഡിംഗ് എന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നത് പോലെയല്ല, ഒരു മാറ്റം, ഒരു പുതിയ ബിൽഡിംഗ്. നിങ്ങളിപ്പോൾ റെന്റിന് വേണ്ടി ഭാരപ്പെടുന്നു, പക്ഷെ റെന്റ് ഇല്ലാതെ തന്നെ ഒരു ബിൽഡിങ്ങിന്റെ വാതിൽ ഇന്ന് പകൽക്കാലം ദൈവം തുറക്കാൻ പോകുകയാ. കർത്താവേ, തുടർന്നുള്ള നിമിഷങ്ങളെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അല്പസമയം അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. ദൈവസഭയോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ. എല്ലാവർക്കും ഇരിക്കും. സന്തോഷത്തോടെ വീണ്ടും ഈ ദൈവസഭയ്ക്കകത്ത് പ്രവേശിപ്പാൻ തക്കവണ്ണം
സർവശക്തനായ ദൈവം ഒരിക്കൽ വലിയ കൃപയ്ക്കായി സ്തോത്രം. സാധാരണ എൻ്റെ മെസ്സേജ് നിങ്ങൾക്കറിയാം, പക്ഷെ ഇന്ന് ഞാൻ ഇതിനകത്ത് എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ 4 പ്രവചന വേടുകളുണ്ട്. ഈ 4 പ്രവചന ദൂതുകൾ ഞാൻ ഈ സഭയ്ക്കകത്ത് കൈമാറിയിട്ട് ഞാൻ ഇരിക്കും. എന്നെ ക്ഷണിച്ചിട്ട് വന്നതല്ല, ഞാൻ അഭിഷിക്തനോട് വിളിച്ചു പറഞ്ഞു ഈ ആഴ്ച ഞാൻ അവിടെ എത്തും. ആമേൻ. ഞാൻ എൻ്റെ സഭയെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഹൃദയം അറിയുന്നവരായിരിക്കണം. ദൈവത്തിൻ്റെ ഹൃദയത്തെ അറിയുന്നവരായിരിക്കണം ദൈവത്തിൻ്റെ മക്കൾ. അതുപോലെ ഞങ്ങൾ പരിചയപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെയും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനൊരു അപ്പനെ പോലെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് നിങ്ങളുടെ ശ്രേഷ്ഠാഭിഷിക്തൻ. ഒരു പിതാവിൻ്റെ സ്നേഹം കർത്താവിൻ്റെ ശ്രേഷ്ഠാഭിഷിക്തനിൽ നിന്ന് അധികമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. ഞങ്ങളുടെ സഭ അധികമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കുന്ന ഒരു അഭിഷിക്തനും കൂടെയാണ്. ആമേൻ. കഴിഞ്ഞ 21 ദിവസം ഞങ്ങൾ ഫാസ്റ്റിംഗ് പ്രയറിലൊക്കെ കർത്താവിൻ്റെ ശ്രേഷ്ഠ അഭിഷിക്തന് വേണ്ടി ശക്തിയോടെ പ്രാർത്ഥിക്കുകയായിരുന്നു. ആമേൻ. ഈ ദൈവസഭ പ്രത്യേകിച്ച് കർത്താവിൻ്റെ ശ്രേഷ്ഠ അഭിഷിക്തനും കുടുംബമൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയും ശക്തമായി പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. അതങ്ങനെ തന്നെയാണ്. കാരണം ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവം കൂട്ടിയോജിപ്പിച്ചതിനെ ആർക്കും വേർപിരിക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവത്താൽ കൂട്ടിയോജിപ്പിക്കപ്പെടുന്ന ബന്ധങ്ങൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ബന്ധങ്ങൾ ഒരിക്കലും നശിപ്പിക്കരുത്. കർത്താവിൻ്റെ ശ്രേഷ്ഠ അഭിഷിക്തൻ സാജൻ പാസ്റ്റർ, ഈ സാജൻ പാസ്റ്ററുമായിട്ട് പരിചയപ്പെടാൻ റീസണായതും ജോയ് പാസ്റ്റർ തന്നെയാണ്. ഇത്രയും ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ അഭിഷിക്തൻ്റെ കൂടെ ആരാധിപ്പാൻ ദൈവം നിങ്ങൾക്ക് കൃപ തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ട്രിവാൻഡ്രത്തു നിന്നൊക്കെ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരുന്നതിൻ്റെ ഒറ്റ റീസൺ, ആമേൻ, കർത്താവിൻ്റെ അഭിഷിക്തനുമായിട്ട് അല്പസമയം ചെലവഴിക്കുവാൻ പറ്റിയാൽ അത് ഒരു വലിയ അനുഗ്രഹമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തീർച്ചയായിട്ടും നിങ്ങൾക്കും ആമേ, എനിക്ക് ഒരുപാട് ശ്രേഷ്ഠ അഭിഷിക്തന്മാരുമായിട്ട് ബന്ധമുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ ഇതുപോലെ വിശ്വാസികൾക്ക് വേണ്ടി സമയം ചെലവിടുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഞാനൊക്കെ സഭയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് കറക്റ്റ് ടൈമിന് എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് ആഹാരമൊക്കെ കൊണ്ട് എൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുതരും. ഞാൻ കഞ്ഞി കുടിച്ചായിരിക്കും ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്, ആഹാരം പോലും മാറ്റിവെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അഭിഷിക്തനെ ഓർക്കുക. 4 പ്രവചന ദൂതുകൾ എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞ ഈ 4 പ്രവചന ദൂതുകൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടിരിക്കുവാൻ താല്പര്യപ്പെടുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം എടുത്ത ഒരു അരുള. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും, നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം, അടുത്തിരിക്കുന്നവർക്കൊന്ന് കൈകൊടുത്തിട്ട് പറഞ്ഞാട്ടെ, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ആമേൻ. നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. ഈ ഒരു ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് യേശു കർത്താവ് ക്രൂശീകരണത്തിലോട്ട് പ്രവേശിക്കപ്പെടുന്നതിന് മുൻപേ ശിഷ്യന്മാരോട് പറയുന്ന ഒരു വചനമാണ്. കാരണം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം ശിഷ്യന്മാർക്ക് സഹിക്കുവാൻ കഴിയത്തില്ല. കാരണം യേശു കർത്താവ് ക്രൂശിൽ നടക്കുവാൻ പോകുന്ന മരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ തന്നെ ആമേൻ, അതിനെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ അതിനെ എതിർക്കുന്ന പത്രോസിനെയൊക്കെ നമുക്ക് വേദപുസ്തകത്തിനകത്ത് കാണുവാൻ പറ്റും. കാരണം യേശു കർത്താവിൻ്റെ കൂടെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിത്തിരിച്ചവരാണ് ഈ 12 അപ്പോസ്തലന്മാരും. പക്ഷേ യേശുക്രിസ്തുവിന് നടക്കുവാൻ പോകുന്ന ക്രൂശിലെ മരണം ഇവർക്കൊരിക്കലും സഹിക്കുവാൻ കഴിയുന്നതല്ല. അപ്പേൻ, എന്നാൽ ആ ക്രൂശിലെ മരണത്തിൽ സന്തോഷിക്കുന്ന ഒരു വിഭാഗമുണ്ട്. എന്നാൽ നിങ്ങൾ ഈ സമയം എന്ത് ചെയ്യും? കരഞ്ഞു വിലപിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. ആമേൻ. ഞാൻ അതിൻ്റെ ഒരു ഡെഫിനിഷൻ പഠിച്ചപ്പോൾ അതിനകത്ത് ഇങ്ങനെയാണ് എഴുതിയിരുന്നത്, ആമേൻ, ഒരു യുഗം മാറി അടുത്തൊരു യുഗം പ്രവേശിക്കുവാൻ പോകുകയാണ്. അപ്പോൾ ഒരു യുഗം പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, ഒരു പുതിയ സീസൺ ആമേൻ ദൈവം അവിടെ ഡിക്ലെയർ ചെയ്യുകയാണ്. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു പ്രിയരെ, ഈ ബൈബിളിനകത്ത് ഈറ്റുനോവിനെ കുറിച്ച് പറയുന്നുണ്ട്, പ്രസവ വേദനയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്കറിയാം, ഈ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ യേശു കർത്താവ് തൻ്റെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, നാഴിക വന്നിരിക്കുന്നു. എന്തിനുള്ള നാഴികയാണ്?
പുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ട നാഴിക. പക്ഷെ പുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്തിയാൽ മാത്രമേ പിതാവിൻ്റെ സന്നിധിയിൽ തനിക്ക് മുൻപുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയത്തുള്ളൂ. എന്നാൽ പുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്തണമെങ്കിൽ പുത്രനെ പിതാവ് മഹത്വപ്പെടുത്തണം. നേരത്തെ കർത്താവിൻ്റെ അഭിഷിക്തൻ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കൃപയിലല്ലാതെ നമുക്ക് നിൽക്കുവാൻ കഴിയത്തില്ല. പൗലോസ് പറഞ്ഞു, എനിക്ക് പ്രശംസിപ്പാൻ യാതൊരു വകയുമില്ല, എനിക്ക് പുകഴുവാൻ യാതൊരു വകയുമില്ല. എനിക്ക് പ്രശംസിപ്പാൻ എന്തെങ്കിലും വകയുണ്ടെങ്കിൽ അത് ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിൽ മാത്രമാകുന്നു. പുതിയ നിയമസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഞാൻ ഈ നാളുകളിൽ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ന്യൂ ടെസ്റ്റമെന്റ് എന്ന് പറയുന്നത് ക്രൂശിന് ശേഷമുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പുതിയ നിയമസഭ എന്ന് പറയുന്നത് നമുക്കറിയാം, ക്രൂശീകരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വേദപുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ക്രൂശിൽ വെളിപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ ക്രൂശിൽ മറഞ്ഞു കിടക്കുന്ന വലിയൊരു റവലേഷൻ ഉണ്ട്, ഒരു മിസ്റ്ററി ഉണ്ട്. അതാണ് പുതിയ നിയമസഭയുടെ അടിത്തറ എന്ന് പറയുന്നത്. വെളിപ്പാടുകളാൽ യാത്ര ചെയ്യപ്പെടേണ്ടതാണ് പുതിയ നിയമസഭ എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ വെളിപ്പാടുകളാൽ യാത്ര ചെയ്യുന്ന ഒരു ദൈവസഭ എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ദൈവസഭയാണ്. ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചർച്ചിൽ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് 25 ടോപ്പിക് ഇപ്പോൾ കഴിഞ്ഞു. 25 ടോപ്പിക് എത്ര പ്രസംഗിച്ചാലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ നമുക്ക് പ്രസംഗിച്ച് നിർത്തുവാൻ കഴിയത്തില്ല. കാരണം എന്തെന്നറിയാമോ? ശരിക്കും പരിശുദ്ധാത്മാവ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ ലുസ്ത്രയിൽ പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അവിടെ വിളിച്ചു പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്. അമ്മയുടെ ഗർഭപാത്രം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് സൗഖ്യമാകുവാൻ തക്കവണ്ണം ഒരു വിശ്വാസം നിന്റെ അകത്ത് ഉടലെടുത്തു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ പറയപ്പെട്ട സുവിശേഷം ആ മുടന്തനായ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് വിശ്വാസമായി പരിണമിക്കുവാൻ ഒറ്റ റീസൺ പരിശുദ്ധാത്മാവാ. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ആദിയിൽ വെള്ളത്തിന്റെ മീതെ മൂവ് ചെയ്തുകൊണ്ടിരുന്നത് പോലെ ഇതിനകത്ത് ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. ചിലരെ ചില ബന്ധനങ്ങളിൽ നിന്ന് റിലീസ് ചെയ്യും, ചിലർക്ക് വേണ്ടി ചില വാതിലുകളെ തുറക്കും, ചിലർക്ക് വേണ്ടി ചില രോഗങ്ങളെ സൗഖ്യമാക്കും, ചിലരുടെ ജീവിതത്തിൽ നിന്ന് അസമാധാനത്തിന്റെ മേഖലകളെ എടുത്തു മാറ്റും, ചിലർക്ക് വേണ്ടി ചില പുതിയ മേഖലകളെ ദൈവം ഉരുവാക്കും. എന്നെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിന് വിശ്രമമില്ല. നമ്മെ നന്നായി അറിയുന്ന ദൈവത്തിനു വേണ്ടി ദൈവത്തിന്റെ ഹിതപ്രകാരം എവരി ടൈം ആക്റ്റീവായിരിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവ് മാത്രമാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, എന്നേക്കും നിങ്ങളിൽ വസിക്കേണ്ടതിന് പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ കൈമാറിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ വളരെ വ്യക്തമായിട്ട് പ്രിയരെ, എന്നോട് പരിശുദ്ധാത്മാവ് ഷെയർ ചെയ്ത ഒരൊറ്റ ദൂത് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. എത്ര പേർ ഒരു പുതിയ സീസൺ നിങ്ങൾ വരവേൽക്കാൻ തയ്യാറായിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രിയരെ, 21 വാക്യം യോഹന്നാൻ 16:21 പഠിക്കുമ്പോൾ അവിടെ പ്രസവിക്കുവാൻ പോകുന്ന ഒരു സ്ത്രീയുടെ പെയിനെ കുറിച്ച്, വേദനയെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്തിലെ വേദനകളൊക്കെയും ഒറ്റ നിമിഷം കൊണ്ട് മാറുന്നതല്ല. എന്നാൽ ഒറ്റ നിമിഷം കൊണ്ട് മറക്കുന്ന ഒരു വേദനയുണ്ടെങ്കിൽ അതൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ തക്കവണ്ണം അമ്മ അനുഭവിക്കുന്ന പെയിൻ എപ്പോഴെന്നറിയാമോ? ഒരു പുതിയ കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ, ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ ഈ സഭയോട് ഞാൻ പ്രവചിച്ചു പറയുന്നു, ഈ നിമിഷം വരെയുള്ള എല്ലാ നെഗറ്റീവ് മണ്ഡലങ്ങളും ഈ സഭ എന്നേക്കുമായി മറന്നുപോകത്തക്ക നിലവാരത്തിൽ നിങ്ങളുടെ ദുഃഖത്തിന്റെ ഞെരുക്കങ്ങളുടെ എല്ലാ മേഖലകളെയും എടുത്തു മാറ്റി ഒരു സന്തോഷത്തിന്റെ വഴി ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് കൈമാറുകയാണ്. എത്ര പേർക്ക് അത് റിസീവ് ചെയ്യാൻ പറ്റും? എത്ര പേർക്ക് അത് റിസീവ് ചെയ്യാൻ പറ്റും? സഭയ്ക്കകത്ത് നിന്ന് ദുഃഖം മാറി അത് സന്തോഷം ഇവിടെ റിലീസ് ചെയ്യപ്പെടുകയാ. നിന്റെ വീട്ടിനകത്ത് നിന്ന് ദുഃഖത്തെ എടുത്തു മാറ്റി സന്തോഷത്തെ ഇവിടെ റിലീസ് ചെയ്യുകയാ. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ ദുഃഖിക്കുവാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഇന്ന് പകൽക്കാലം അത് ക്യാൻസൽ ചെയ്യാൻ പോകുകയാ. വിശ്വസിക്ക്. എന്റെ ദുഃഖം മാറി സന്തോഷം വരികയാ. എത്ര പേർക്ക് വെൽക്കം ചെയ്യാൻ പറ്റും? സന്തോഷത്തെ വരവേൽക്കാൻ പറ്റും? ഇന്ന് പകൽക്കാല കരങ്ങൾ അടിച്ച് ആ സന്തോഷത്തെ ഒന്ന് വരവേറ്റാട്ടെ. നിങ്ങളുടെ ഭവനത്തിലേക്ക്, വ്യക്തിപരമായ ജീവിതത്തിലേക്ക്, ഈ സഭയ്ക്കകത്തേക്ക് ആ നിത്യമായ സന്തോഷം. യെസ്.
യെശയ്യാ പ്രവചനത്തിൽ 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു പ്രവചനം എഴുതി വെച്ചു, ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കാൻ പോകുകയാ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആ പ്രവചനത്തിന്റെ നിവർത്തീകരണം കാൽവരി ക്രൂശിൽ നമുക്ക് നൽകപ്പെട്ട മകൻ തകർക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ മഹാസന്തോഷത്തിന്റെ വാതിൽ ഈ ലോകത്തിൽ തുറന്നതുപോലെ ഇന്ന് പകലിൽ ഇതിനകത്ത് ഡോർ ഓപ്പൺ ചെയ്യുകയാ. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിക്കൊള്ളണം പ്രിയരെ, ദുഃഖം വരാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ചിന്തിച്ചൊരു കാര്യമാണ് വയനാട് ദുരന്തം. ഒരു രാത്രി പുലർന്നെഴുന്നേൽക്കുന്നത് മുമ്പേ, ഉറങ്ങി എഴുന്നേൽക്കുന്നതിന് മുൻപേ ഒരു സംസ്ഥാനം, വേണ്ട രാജ്യം മൊത്തം ദുഃഖത്തിനായിട്ടുന്ന ഒരു വല്ലാത്തൊരു വിഷയം നടന്നു. എത്ര കുടുംബങ്ങൾക്കകത്ത് പ്രിയരെ ഓരോ വിഷയങ്ങൾ നടക്കുന്നു. ഒരു മനുഷ്യൻ ദുഃഖത്തിലേക്ക് പോകുവാൻ ഒരു നിമിഷം മതി. എന്നാൽ ഈ ദുഃഖത്തെ മാറ്റുവാൻ ഒരുവന് മാത്രമേ കഴിയത്തുള്ളൂ, അത് യേശു കർത്താവിന്. ആമേൻ. സമയപരിധിക്കകത്ത് നിന്നുകൊണ്ട് ആ ദൂത് ഞാൻ ചുരുക്കുകയാ. നിങ്ങളുടെ ദുഃഖം മാറും, സന്തോഷം വരും. രണ്ടാമത്തെ ദൂത് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ ഒരാൾ വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ. നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിൽ ഒന്ന് കാണാതെ പോയാൽ 99 മരുഭൂമിയിൽ വിട്ടേച്ചിട്ട് നോക്കി നടക്കാതിരിക്കുമോ? ഇത് നടക്കുന്നത് മരുഭൂമിക്കകത്ത്. ഈ 15-ാം അധ്യായത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിശക്തമേറിയ പ്രവചന ദൂതുകളാൽ നിറയപ്പെട്ടതാണ് ഈ 15-ാം അധ്യായത്തിന്റെ പ്രത്യേകത. ഇതിനകത്ത് ഒന്നാമത് സംഭവിക്കുന്നത് മരുഭൂമിയിൽ വെച്ച് നടക്കുകയാണ്. എന്തുകൊണ്ട്? ഈ ഒരാട് കൂട്ടം തെറ്റിപ്പോയി. ഒറ്റ കാര്യം പ്രിയരെ, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 3-4 വാക്യങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്കവിടെ പറയുന്നൊരു പദമുണ്ട്. ആടുകൾ ഇടയന്റെ വാക്കുകൾ കേൾക്കുന്നു. ഇടയന്റെ വാക്ക് കേൾക്കുന്ന ആടുകൾ ഇടയനെ അനുഗമിക്കുന്നു. ആമേൻ. അതിനർത്ഥം അവിടെ കൊടുത്തിരിക്കുന്ന ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന ഇടയനാണ്. ഹല്ലേലൂയ. അപ്പോൾ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന ഇടയൻ പിറകെ നിന്നല്ല ആടുകളെ നയിക്കുന്നത്, മുൻപിൽ നിന്നാണ്. ആമേൻ. നമുക്കറിയാം, നമ്മൾ ഏത് മേഖലയിൽ കടന്നു പോയാലും പ്രതിസന്ധി മൊത്തം നേരിടുന്നത് മുൻപിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കും. ഹല്ലേലൂയ. ഒരു ചെന്നായി ആക്രമിക്കുവാൻ കടന്നു വന്നാൽ, പഴയ നിയമത്തിനകത്ത് ദാവീദ് ആടുകളെ മേയ്ക്കുവാൻ തക്കവണ്ണം, ഇസായി തന്നെ ഏൽപ്പിച്ച ആടുകളെ മേയ്ക്കുവാൻ തക്കവണ്ണം കടന്നു പോകുമ്പോൾ ദാവീദ് പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇസ്രായേൽ സൈന്യത്തിനകത്ത് ചേരുവാൻ തക്കവണ്ണം നല്ല തണ്ടും തടിയും ആരോഗ്യമുള്ള 7 സഹോദരന്മാർ ഒരുമിച്ച് ചെയ്തിരുന്ന ഡ്യൂട്ടി ഇപ്പോൾ ഒരു സൈന്യത്തിൽ ചേരുവാൻ പോലും യോഗ്യത ഇല്ല എന്ന് പറയപ്പെട്ടവന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ആമേൻ. അപ്പന്റെ കൺകളിൽ ദാവീദ് യോഗ്യനല്ല. ആമേൻ. എന്താ കാര്യം? അവന് സഹോദരങ്ങളെ പോലെ തണ്ടും തടിയൊന്നുമില്ല, പൊക്കമില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു, ദാവീദിന് ഇസായിക്ക് ഭയങ്കര വിശ്വാസമാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ ദൈവത്തിന് ഭയങ്കര വിശ്വാസമാണ്. എന്നെ ദൈവത്തിന് ഭയങ്കര വിശ്വാസം. അതാണ് പൗലോസ് കൊരിന്തിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ ഒരു പദം പറഞ്ഞു, ഇത്രയും മഹത്വകരമായ സുവിശേഷം എൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ എനിക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്. എന്നാൽ തിമത്യോസിന് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ ഒരു സെന്റൻസ് അവിടെ പറഞ്ഞു, ഇത്രയും മഹത്വകരമായ സുവിശേഷം എൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ തക്കവണ്ണം എന്നിലൊരു വിശ്വസ്തത കണ്ടു. ആമേൻ. അപ്പോൾ ദൈവത്തിന് നമ്മെ ഭയങ്കര വിശ്വാസമാണ്. നിങ്ങളെ ദൈവത്തിന് ഭയങ്കര വിശ്വാസം. അതുകൊണ്ടാണ് ഈ തൊടുപുഴ പട്ടണത്തെ ദൈവം നിങ്ങളുടെ കരങ്ങളിൽ തരുന്നത്. ഹല്ലേലൂയ. ആമേൻ. പക്ഷെ തൊടുപുഴ പട്ടണത്തെ ദൈവം തരുമ്പോൾ ദൈവം ആടുകളെ മാത്രമല്ല, ആടുകൾക്കൊരു ഇടയനെ കൂടെ കൊടുക്കും. ഇവിടെ ഇസായി ചെയ്ത പ്രവൃത്തി എന്തെന്നറിയാമോ? ആടുകൾക്ക് നല്ലൊരു ഇടയനെ കൊടുത്തു. മനുഷ്യരുടെ കണ്ണുകളിൽ യോഗ്യതയുള്ളതല്ല, അപ്പന്റെ കണ്ണുകളിൽ യോഗ്യതയുള്ള ഇടയൻ. ആരുടെ കണ്ണുകളില്ല? അപ്പന്റെ കണ്ണുകളിൽ. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്ക് MTH BTH BD ഒന്നുമില്ല, പക്ഷെ പരിശുദ്ധാത്മാവുണ്ട്. നമുക്ക് എന്തുണ്ട്?
പരിശുദ്ധാത്മാവുണ്ട്. ഞാൻ എൻ്റെ സഭയിൽ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്നും കയ്യിലില്ല, പക്ഷെ ഒരു കാര്യം എനിക്കുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ആമേൻ. എനിക്ക് വലിയ സെമിനാരിയിലെ പഠിത്തമൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് ഒരു കാര്യം അറിയാം, ആമേൻ, എനിക്ക് ഈ സഭാ ചരിത്രം അറിയത്തില്ല കേട്ടോ. സഭാ ചരിത്രമൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ എനിക്കൊന്നറിയാം, എൻ്റെ ദൈവത്തെ അറിയാം. യോഹന്നാൻ പറഞ്ഞതുപോലെ ഞാൻ കണ്ടത്, ഞാൻ തൊട്ടത്, ഞാൻ ആമേൻ അറിഞ്ഞ ഒരു ദൈവത്തെ എനിക്കറിയാം. അപ്പോൾ എനിക്ക് എൻ്റെ ദൈവത്തെ അറിയാം. എത്ര പേർക്ക് അങ്ങനെ പറയുവാൻ പറ്റും? മോശയോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം, നിന്നെ എനിക്ക് നന്നായിട്ട്. അപ്പോൾ മോശ തിരിച്ചു ചോദിച്ചു, എന്നെ നന്നായിട്ട് അറിയാമെന്നോ? എങ്ങനെ അറിയാൻ പറ്റും? കർത്താവ് പറഞ്ഞു, 2 കാര്യങ്ങളാണ് നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നുള്ളതിന് തെളിവായിട്ട് ഞാൻ പറഞ്ഞു. 1, എൻ്റെ കൃപ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. 2, എൻ്റെ പ്രസൻസ് നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഇത് കേൾക്കേണ്ട താമസം മോശ പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്, നിൻ സാന്നിധ്യം എൻ്റെ കൂടെ പോരാതെ എങ്ങോട്ടും എന്നെ അയക്കരുത്. ഏത് മരുഭൂമിക്കകത്ത് ഞാൻ പോകാം, എത്ര ലക്ഷം ജനത്തെ വേണോ ഞാൻ നയിക്കാം, പക്ഷെ എനിക്ക് ഒറ്റ കാര്യം മതി. ആമേൻ. ഈ നമ്മുടെ അയാളെ പേര് പറഞ്ഞ ഡോക്ടർ ബ്ലെസ്സൻ മാമിന്റെ ഒരു പാട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വരികളാണ്. പരിശുദ്ധാത്മാവേ ജീവശ്വാസമേ, പരിശുദ്ധാത്മാവേ ആശ്വാസദായകൻ, പരിശുദ്ധാത്മാവേ എനിക്കങ്ങു മാത്രമേ, പരിശുദ്ധാത്മാവേ ഞാൻ എന്നെ നൽകുന്നേ. പരിശുദ്ധാത്മാവിൻ്റെ ജീവശ്വാസമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ആശ്വാസദായകനാണ്. എനിക്ക് ആരും മാത്രമേ ഉള്ളൂ പ്രിയരെ. ഒന്ന് ഞാൻ പറയാം, എന്നെ ദൈവം പഠിപ്പിച്ചൊരു കാര്യമാണ്, ഇടത്തും വലത്തും നിൽക്കുന്നവരെ നീ എന്ത് ചെയ്യരുത്? വിശ്വസിക്കരുത്. 2, നിന്നെ എല്ലാവരും സ്നേഹിക്കണമെന്ന് നീ ചിന്തിക്കരുത്. നിന്നെ എല്ലാവരും നല്ലത് പറയണമെന്ന് നീ ചിന്തിക്കരുത്. ആമേൻ. നിന്നെ ഒരു വിഭാഗം സ്നേഹിക്കുമ്പോൾ ഒരു വിഭാഗം വെറുക്കും. നിന്നെ ഒരു വിഭാഗം കുറ്റം പറയുമ്പോൾ നിന്നെ ഒരു വിഭാഗം നല്ലത് പറയും. നിന്നെ ഒരു വിഭാഗം ചേർത്ത് പിടിക്കുമ്പോൾ നിന്നെ ഒരു വിഭാഗം അകറ്റി നിർത്തും. പക്ഷേ ഇവരെ ഒക്കെ ഇവരുടെ വാക്കുകൾക്കോ ഇവരുടെ പ്രവർത്തികൾക്കോ എനിക്ക് സമയം ചെലവിടാൻ സമയമില്ല. എന്താ കാര്യം പ്രിയരെ? ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കില്ല, ഞാൻ നിന്നെ ഒരു നാൾ കൈവിടില്ല, ഞാൻ നിന്നെ ഒരു നാൾ മറക്കില്ല എന്ന് എന്നോട് പറഞ്ഞ ഒരു വാക്ക് എൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ, ആമേൻ, യെശയ്യാവ് 41:10 പറഞ്ഞൊരു കാര്യമുണ്ട്, I am with you, I am in your God, I will help you, I will strengthen you, I will hold you. ഞാൻ നിന്റെ ദൈവം, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങിക്കൊള്ളും. ആമേൻ. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത്, ഈ ആട് കൂട്ടം തെറ്റി പോകേണ്ട ഒരു കാര്യമാണ്. ഇടയന്റെ ബലം അറിയാത്ത ആടുകളെ കൂട്ടം തെറ്റി പോകത്തുള്ളൂ. ദാവീദ് മുൻപിൽ നിന്ന് ആടുകളെ നയിച്ചു. ദാവീദിന്റെ ആടുകളെ കടിച്ചു കീറുവാൻ തക്കവണ്ണം സിംഹവും കരടിയും വന്നപ്പോൾ ബൈബിൾ എഴുതി വെച്ചൊരു പദമുണ്ട്, സിംഹത്തിൻ്റെയും കരടിയുടെയും വായ്ക്കകത്ത് നിന്ന് ആടുകളെ ദാവീദ് വിടുവിച്ചു എന്നും. പ്രിയരെ, ഒരു കാര്യം ഞാൻ പറയാം, ആമേൻ, ആടുകൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്നതിൻ്റെ ഒറ്റ റീസൺ ഇടയൻ കാവൽ നിൽക്കുന്നത് കൊണ്ടാണ്. യെശയ്യാ പ്രവചനത്തിനകത്ത് ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കുന്ന ഒരു യജമാനനെ കുറിച്ച് പറയുന്നു. ആ യജമാനൻ ചെയ്തൊരു കാര്യമുണ്ട്, നല്ല മുന്തിരിവള്ളികൾ എടുത്ത് ആമേൻ നട്ടതിന് ശേഷം മുന്തിരിത്തോട്ടത്തിന് ചുറ്റും ഒരു വേലി കെട്ടിയിട്ട് ആമേൻ അതിൻ്റെ കിഴക്കേ അറ്റത്ത് ഒരു ഗോപുരത്തെ പണിതു. എന്തിനാ പ്രിയരെ? എല്ലാവരും ഉറങ്ങുമ്പോൾ ജോലിക്കാർ ജോലി ചെയ്യും, അവർ കിടന്നുറങ്ങും, പക്ഷേ കാവൽക്കാരന് ഉറങ്ങാൻ പറ്റത്തില്ല. ഈ മുന്തിരിത്തോട്ടത്തിനകത്തുള്ള ഒരു വള്ളി പോലും നഷ്ടപ്പെട്ടു പോകുവാൻ പാടില്ല. കാരണം യജമാനൻ ഉത്തരവാദിത്തത്തോടെ ഏൽപ്പിച്ചിരിക്കുന്നു. പഴയ നിയമ വേദപുസ്തകത്തിനകത്ത് ഒരു രാത്രി കാവൽക്കാരനെ കുറിച്ച് പറയുന്നു, ഞാനും നീയും ഉറങ്ങുമ്പോൾ നമുക്ക് വേണ്ടി കാവലിരിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ടാ പ്രിയരെ നാഗർ സാഹിബ് പാടിയത്, രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. എത്ര പേർക്ക് ഉറപ്പുണ്ട്? രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ
കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം നിന്ന് പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ പ്രിയരെ, ആമേൻ, രാത്രി കിടന്നുറങ്ങി രാവിലെ ഉറക്കം എഴുന്നേറ്റ് പല്ലും തേച്ച് കുളിച്ച് കയ്യിൽ വേദപുസ്തകം എടുത്തുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല കേട്ടോ. നീ രാത്രിയിൽ കിടന്നുറങ്ങിയത് കൃപയുടെ മുകളിലാ. നീ ദൈവത്തിന്റെ കരത്തിന്റെ മേൽ നിന്റെ തല വെച്ച് കിടന്നുറങ്ങി. തക്ക സമയത്ത് അവൻ നിന്നെ തട്ടി എഴുന്നേൽപ്പിച്ചു. ആടുകൾ തിരിച്ചറിയണം, ആടുകളുടെ കഴിവ് കൊണ്ടല്ല ആടുകൾ മുന്നോട്ട് പോകുന്നത്. ഒരു ഇടയൻ നമുക്കുണ്ട്. ഇവിടെ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്ന നല്ല ഇടയൻ പറയുകയാണ്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും, എന്റെ ആടുകൾ എന്നെ അനുഗമിക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിന്റെ വാക്ക് കേൾക്കാത്ത ആടുകൾ നിനക്കുള്ളതല്ല. ആ ആടുകൾ നിന്റെ ആടുകളുടെ കൂട്ടത്തിൽ ചേർന്നാൽ ആ ആടുകളെയും കൂടെ തെറ്റിച്ചു കളയും. അതുകൊണ്ട് നീ ഒറിയിടാകണ്ട. എന്നാൽ ഒന്ന് ഞാൻ പറയട്ടെ പ്രിയരെ, കൂട്ടം തെറ്റിപ്പോകുന്ന ആടുകളെയോ കൈവിടാത്ത ഒരു നല്ല ഇടയൻ നമുക്കുണ്ട്. ആമേൻ, ആമേൻ. സമയമില്ലല്ലോ പ്രിയരെ, ദൂത് ഞാൻ ചുരുക്കാം. ഇത്രയേ ഉള്ളൂ ദൂത്. കൂട്ടം തെറ്റിയതിനെ തിരിച്ചു കൊണ്ടുവരും. എത്ര പേർ വിശ്വസിക്കുന്നു പ്രിയരെ? ആമേൻ. ചിലപ്പോൾ ആരുടെയെങ്കിലും പ്രേരണയായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തോ കണ്ട് മോഹിച്ചായിക്കോട്ടെ, പക്ഷെ കൂട്ടം തെറ്റിയതിനെ തിരിച്ചു വരുത്തുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഈ സഭയ്ക്കകത്ത് വെളിപ്പെടാൻ പോകുകയാ. ചിലപ്പോൾ നിന്നെ കുറ്റം പറഞ്ഞിട്ടായിരിക്കാം പോയത്, ചിലപ്പോൾ നിന്നെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം പോയത്. പക്ഷേ അവർ തിരിച്ചു വരും, അവർ തിരിച്ചു വരും. എങ്ങനെ? ബൈബിൾ പറയുന്നു, അവരെ ഞങ്ങൾ തിരിച്ചു വരുത്തും. ഒന്ന്, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. രണ്ട്, കൂട്ടം തെറ്റിയതിനെ തിരിച്ചു വരുത്തും. ചിലരൊക്കെ പറയാറില്ലേ പ്രിയരെ, അപ്പനും അമ്മയും മകളും ചിലപ്പോൾ വീട്ടിൽ പ്രാർത്ഥനയ്ക്കിരിക്കും, മകൻ കാണത്തില്ല, കൂട്ടം തെറ്റിപ്പോയി. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, ഞാൻ അവനെ തിരിച്ചു വരുത്താൻ പോകുകയാ. ചില ഭവനങ്ങൾക്കകത്ത് ഇന്ന് പകൽക്കാലം ഈ ദൂത് അവൻ പ്രവർത്തിക്കാൻ പോകുകയാ. ചില ഭവനങ്ങൾക്കകത്ത് ഈ ദൂത് പ്രവർത്തിക്കാൻ പോകുകയാ. നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങളിൽ നിന്ന് കൂട്ടം തെറ്റിപ്പോയ ചിലതിന് ദൈവാത്മാവ് ചേർത്ത് പിടിക്കാൻ പോകുകയാ. വിശ്വസിക്ക്, വിശ്വസിക്ക്, വിശ്വസിക്ക്. ശമൂവേൽ ബാലൻ പറഞ്ഞതുപോലെ അടിയൻ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളെ തന്നെ പൂർണ്ണമായ ദൈവസഭയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഒരു പുതിയ മേഖലയ്ക്കകത്ത് ചിലരെ ദൈവം തിരിച്ചു കൊണ്ടുവരാൻ പോകുകയാ. എന്ന് പറഞ്ഞാൽ പ്രിയരെ, കൂട്ടം തെറ്റിപ്പോകുന്നത് പിന്മാറ്റത്തെ സൂചിപ്പിക്കുക. ഒരു ഇടയന്റെ കീഴിൽ നിന്നതിന് ശേഷം കൂട്ടം തെറ്റിപ്പോകുന്നത്, അതിനകത്ത് ബൈബിളിൽ പറയുന്ന ഡെഫിനിഷൻ ഇതാണ്: അലക്ഷ്യമായ സ്വഭാവങ്ങൾ കാരണം, ഇടയന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ, ഇടയന്റെ ശാസനകൾക്ക്. ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന പ്രവർത്തകരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ഇടയനിൽ നിന്ന് ഞാൻ ഏറ്റതുപോലെ ശിക്ഷകളൊന്നും നിങ്ങളൊന്നും ഏറ്റിട്ടില്ല. പ്രിയരെ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ പ്രിയരെ, നിങ്ങളുടെ സഭയ്ക്കകത്ത് നിന്ന് നിങ്ങളുടെ ഇടയൻ കൈക്ക് തൂക്കി പുറത്തേക്ക് എടുത്തിട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? പിന്നെ ഈ സഭയ്ക്കകത്ത് കാൽ ചവിട്ടുമോ? ഇല്ല. പക്ഷെ എൻ്റെ പാസ്റ്റർ എന്നിലൊരു തെറ്റ് കണ്ട് എന്നെ കൈക്ക് തൂക്കി സഭയുടെ പുറത്തേക്ക് എറിഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞും കൊണ്ട് പറഞ്ഞു, എന്നെ കൊന്നാലും ശരി ഞാൻ നിങ്ങളെ വിട്ടു പോകത്തില്ല. എന്തുകൊണ്ടെന്നറിയാമോ? എന്നെ നിങ്ങളോട് ചേർത്ത് വെച്ചത് ദൈവമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രിയരെ, ആമേൻ. 10ഉം 15ഉം പേര് ഒരുമിച്ച് റൂമിനകത്തിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സുനിലിനെ പുറത്താക്കി കഥവടയ്ക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും പ്രിയരെ? പക്ഷെ ഒന്ന് ഞാൻ പറയട്ടെ, അന്നത്തെ എനിക്ക് അന്ന് തന്ന ശിക്ഷയാണ് ഇന്നത്തെ എൻ്റെ ഉയർച്ചയുടെ ഒരു കാരണം. ഇന്ന് എനിക്കറിയാം ഏത് അഭിഷിക്തന്റെ മുൻപിൽ എങ്ങനെ ഇരിക്കണമെന്ന്, ആമേൻ, ശ്രേഷ്ഠ അഭിഷിക്തന്മാരുടെ മുൻപിൽ എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്നാൽ ശാസന ഇഷ്ടപ്പെടാതെ, ഉപദേശം ഇഷ്ടപ്പെടാതെ, പ്രബോധനം ഇഷ്ടപ്പെടാതെ, ആമേൻ, ഹല്ലേലൂയ, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട്, എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട്, എന്തൊക്കെയോ പ്രവർത്തിച്ചുകൊണ്ട് പിന്മാറ്റ പോയ ചില ആടുകളെ ആമേൻ തിരിച്ച് കൂട്ടത്തിനകത്തേക്ക് ചേർത്ത് പിടിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ദൂത് പറയുകയാ. ഓ
ജീസസ്. നിന്റെ സഭയ്ക്കകത്ത് നിന്ന് ചില പിന്മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ലോകം സന്തോഷിക്കും, നീ ദുഃഖിക്കും. പക്ഷെ ദൂത് പറയാം, ആമേൻ, ഇന്ന് ലോകം സന്തോഷിച്ചോട്ടെ, നാളെ അവര് ദുഃഖിക്കും, പക്ഷെ നീ സന്തോഷിക്കും. ആമേൻ. ഇങ്ങനെ പരിശുദ്ധാത്മ പറയുന്നു, ഈ സഭയ്ക്കകത്ത് നിന്ന് പുറത്തു പോയവരെന്നല്ല, ആത്മീയതയിൽ നിന്ന് തന്നെ പുറത്തുപോയ പിന്മാറ്റത്തിലായിരിക്കുന്ന അനവധി ആത്മാക്കളെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് കൊണ്ടുവരാൻ പോകുകയാണ്. ഹല്ലേലൂയ. കൂട്ടം തെറ്റിയവരെ ചേർത്ത് പിടിക്കും. രണ്ടാമത്തെ ദൂത്, ആമേൻ, ലൂക്കോസ് 15:8 വാക്യം ഒന്ന് വായിച്ച്. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടെന്നിരിക്കട്ടെ, ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അന്വേഷിക്കയില്ലയോ? ഒന്നാമത്തെ ദൂത് മരുഭൂമിക്കകത്ത, രണ്ടാമത്തെ ദൂത് വീട്ടിനകത്ത. മരുഭൂമിക്കകത്ത് കൂട്ടം തെറ്റാൻ റീസൺ, ആമേൻ, കാലലി ഇടയന് കീഴ്പ്പെടാത്തത് കൊണ്ടാ, ഇടയന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാത്തത് കൊണ്ടാ. രണ്ടാമത്തത് അശ്രദ്ധ. ആമേൻ. ഇസ്രായേലിലെ സ്ത്രീകളോട് ചോദിക്കണം ഈ 10 ദ്രഹ്മയുടെ വില എന്താണെന്ന്. ആമേൻ. വിവാഹ നിശ്ചയം കഴിയുമ്പോൾ ഈ സ്ത്രീക്ക് 10 ദ്രഹ്മ കൊടുക്കും. ഈ 10 ദ്രഹ്മയും വിവാഹത്തിന്റെ നാൾ വരെയും നീ കാത്തു സൂക്ഷിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാ. ഇതിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ വിവാഹം നടക്കത്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, 10 ദ്രഹ്മയുടെ വില തിരിച്ചറിയാത്തവനെ അത് അശ്രദ്ധ എന്ന ബൈബിൾ പഠിപ്പിക്കുന്നത്. ആമേൻ. ഇത് നടക്കുന്നത് വീട്ടിനകത്താ. അശ്രദ്ധ. വേദപുസ്തകത്തിനകത്ത് 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1, മടുത്തുപോകാതെ പ്രാർത്ഥിക്കുക. 2, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. 3, ജാഗ്രതയുള്ളവരായിരിക്കുക. 4, പുരുഷത്വം കാണിക്കുക. എന്ന് പറഞ്ഞാൽ പ്രിയരെ, ഉറങ്ങേണ്ടവനല്ല നീ. ആമേൻ, ആമേൻ. ഒരു കാര്യം പറയട്ടെ പ്രിയരെ, ഇന്ന് രാവിലെ സാജൻ പാസ്റ്റർ ചോദിച്ചു, പാസ്റ്ററിന് BP ഉണ്ടോ? ഉണ്ട്. എങ്ങനെ വന്നു? ഉറങ്ങാത്തോണ്ട് വന്നതാ. ദൈവസഭ ആരംഭിക്കുമ്പോൾ ഉറക്കമില്ല പ്രിയരെ. 4 മണിയൊക്കെ ആകുമ്പോൾ മുട്ടിന്മേൽ നിൽക്കുകയായിരിക്കും, നിലവിളിക്കുമായിരിക്കും. ഒരു സഭ വളരുന്നതിന്റെ പിറകിൽ എന്തെന്നറിയാമോ? അത് പ്രാർത്ഥനയാ. ആമേൻ. ഇന്ന് രാവിലത്തെ മെസ്സേജിൽ, ആമേൻ, ഇതിനകത്ത്, ആമേൻ, കർത്താവിന്റെ അഭിഷിക്തൻ സൂചിപ്പിച്ച ഒരു വചനമുണ്ട്. പത്രോസിനെ കാരാഗ്രഹത്ത് അടച്ചിട്ടിരിക്കുകയാ. ഈ കാരാഗ്രഹത്തിനകത്ത് അടച്ചിട്ടിരിക്കുമ്പോൾ തന്നെ സഭയുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുവാൻ തക്കവണ്ണം ഒരു വിഷയം അതിനകത്ത് സംഭവിച്ചു. പത്രോസിന്റെ കൂട്ടുവേലക്കാരനായ യാക്കോബിന്റെ തല വെട്ടിക്കളഞ്ഞു. ആമേൻ. അതേ അടുത്ത ദിവസം പത്രോസിന്റെ തല ഛേദിക്കപ്പെടും. പക്ഷെ എങ്കിലും അവർ ആശയ്ക്ക് വിരോധമായി ആശയോടെ പ്രത്യാശ വെച്ചുകൊണ്ട് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, ആമേൻ, ആ ഡേഞ്ചറസ് സോണിൽ നിന്ന് പത്രോസ് റിലീസ് ചെയ്യപ്പെട്ട് പുറത്തു വന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിൽ നിന്ന് ചില ഡേഞ്ചർ സോണുകൾ മാറ്റപ്പെട്ടു എങ്കിൽ അത് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചത് കൊണ്ടാ. ഞാൻ ഒന്ന് പറയാം പ്രിയരെ, ആമേൻ, ദൈവത്തിന്റെ ഉണർവ് ഈ തൊഴുപുഴ പട്ടണത്തിലേക്ക് അയക്കുന്നതിന് ദൈവം അന്വേഷിക്കുന്നത് ഉണർന്നിരിക്കുന്ന ദൈവസഭയാ. ആമേൻ. ഞായറാഴ്ച വന്ന് ആരാധന നടത്തിയിട്ട് പോകുന്ന ദൈവസഭയ്ക്കകത്തല്ല ഉണർവ് സംഭവിക്കാൻ പോകുന്നത്. അർദ്ധരാത്രിയുടെ യാമങ്ങളിൽ ക്ലോക്ക് നോക്കാതെ ഉണർന്നിരുന്ന് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവസഭ ഈ തൊടുപുഴയ്ക്കകത്ത് ദൈവത്തിന് ആവശ്യമാണ്. രാവിലെ വന്ന് ഒരു പാട്ട് പാടി, ഒരു സങ്കീർത്തനം പറഞ്ഞ്, സാക്ഷ്യം പറഞ്ഞ് പ്രസംഗിച്ചിട്ട് പോകുന്ന സഭയ്ക്കകത്ത് പ്രശ്നമില്ല. പക്ഷേ ആമേൻ, ദൈവശബ്ദം വിളിച്ചു പറയുന്ന ദൈവസഭയ്ക്കകത്ത്, അത്ഭുതങ്ങൾ നടക്കുന്ന ദൈവസഭയ്ക്കകത്ത് ഞെരുക്കങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പോരാട്ടങ്ങളുണ്ട്. എന്താ കാര്യം? ബൈബിൾ പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, നമുക്ക് പോരാട്ടം വാഴ്ചകളോട്, അധികാരങ്ങളോട്, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും. ഈ സഭ ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്കെല്ലാം ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ദുഃഖിച്ചിരിക്കുന്ന ഒരുത്തനുണ്ട്. ഈ തൊടുപുഴ പട്ടണത്തിന്റെ മേലെ ആധിപത്യം സ്ഥാപിച്ച് ഞാൻ തന്നെ ഈ പട്ടണത്തിന്റെ അധികാരി എന്ന് പറഞ്ഞ ദേശാന്തകാര ശക്തി, ആമേൻ, അവൻ ഇന്നും ദുഃഖിക്കുകയാ. അവന്റെ ദുഃഖം സന്തോഷമായിട്ട് മാറണമെങ്കിൽ ഈ സഭ തകരണം. അതിനെന്ത് ചെയ്യോ? അവൻ തന്ത്രങ്ങളെ മെനയോ. അവന്റെ തന്ത്രങ്ങൾ ഈ ദൈവസഭയ്ക്കകത്ത് കയറാതിരിക്കണമെങ്കിൽ ഈ ദൈവസഭ ഉണരണം. ഇതിനകത്ത് അർദ്ധരാത്രിയുടെ യാമങ്ങളിൽ മുഴങ്കാലുകൾ ഇതിനകത്ത് മടക്കണം. പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കുവാൻ കഴിയാത്ത ഒരേ ഒരു സഭ ക്രിസ്തുവാകുന്ന പാറമേൽ പണിയപ്പെടുന്ന ദൈവസഭ. ആമേൻ. 10 ദ്രഹ്മ. നിങ്ങൾ നോക്കിക്കേ പ്രിയരെ,
വഴിയരികിൽ കൊള്ളക്കാരാൽ അടിയേറ്റ് അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ഒരു നല്ല ശമര്യക്കാരൻ വന്ന് അവന്റെ മുറിവെല്ലാം വച്ച് കെട്ടി വഴിയമ്പലത്തിൽ കൊണ്ടേൽപ്പിച്ചിട്ട് അവനോട് പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്: ഞാൻ തിരിച്ചു വരുന്നത് വരെയോ ഇവനെ കാത്തു സൂക്ഷിക്കണം. അധികമായിട്ട് ഇവന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അവൻ ഇടവന്നാൽ മടിക്കരുത്, ചെയ്യണം. അവൻ ഞാൻ വരുമ്പോൾ അതെല്ലാത്തിനും അധികമായിട്ട് മറുപടി തരും. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയരെ, നമ്മൾ ശ്രദ്ധക്കുറവുള്ളവരായിട്ട് മാറരുത്. ആമേൻ. നിങ്ങൾ നോക്കിക്കോട്ടെ പറയും, ദൈവം നമുക്ക് വേണ്ടി എത്രമാത്രം ജാഗ്രതയുള്ളവനായിരുന്നു. അതുകൊണ്ടല്ലേ സ്വന്തം പുത്രനെന്ന ആദരവ് പോലും കൊടുക്കാതെ തൻ്റെ സ്വന്തം പുത്രനെ കാൽവരി ക്രൂശിൽ നമുക്ക് യാഗമായിട്ട് അർപ്പിച്ചത്. നിങ്ങൾ എപ്പോഴെങ്കിലും ആ ക്രൂശിനെ ഒന്ന് ധ്യാനിച്ചിട്ടുണ്ടോ പ്രിയരെ? എൻ്റെ ജീവിതത്തിൽ എന്ത് വിഷമം വന്നാലും ഞാൻ ധ്യാനിക്കുന്നത് ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ്. എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ എൻ്റെ അപ്പൻ അനുഭവിച്ച വേദനകളെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ വേദന എത്രയോ നിസ്സാരം പ്രിയരെ, എൻ്റെ കഷ്ടതകൾ എത്രയോ നിസ്സാരം പ്രിയരെ. പക്ഷെ ഒന്ന് ഞാൻ പറയാം, എനിക്കൊരു ശ്രദ്ധക്കുറവ് വന്നാൽ ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോകും. നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കണമെങ്കിൽ നീ വിളക്ക് കത്തിക്കണം പ്രിയരെ. ആമേൻ, ആമേൻ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ആമേൻ പറയുന്നൊരു കാര്യമുണ്ട്: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നാൽ 2-ാം വാക്യത്തിൽ പറയുകയാണ് അത് പാഴും ശൂന്യവുമായിരുന്നു. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ചോദിക്കണം, ഇതെങ്ങനെ സംഭവിച്ചു? ദൈവത്തിന്റെ സൃഷ്ടി പൂർണ്ണതയില്ലാത്തതല്ല, ദൈവത്തിന്റെ സൃഷ്ടി പൂർണ്ണതയുള്ളതാ. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് എഴുതാത്തൊരു കാര്യം, യെശയ്യാവിലും യെഹസ്കേലിലും ദൈവത്തിന്റെ ആത്മാവിനെ പ്രവാചകന്മാർ എഴുതി വെച്ചൊരു കാര്യമുണ്ട്: വെട്ടേറ്റ് വീണ ഒരു ലൂസിഫറിനെ കുറിച്ച്. എങ്ങനെ ഭൂമി പാഴായി, എങ്ങനെ ഭൂമി ശൂന്യമായി. പ്രിയരെ, ഒരുവൻ വെട്ടേറ്റ് താഴെ വീണതാ. എന്തെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് എഴുതിയത്, ഉൽപ്പത്തി പുസ്തകം ബൈബിൾ എഴുതിയത് നമുക്ക് വേണ്ടിയാ. എത്ര പേർ വിശ്വസിക്കുന്നു? ബൈബിൾ എഴുതിയത് എനിക്ക് വേണ്ടിയാ. ആമേൻ. ദൈവ സൃഷ്ടിച്ച സൃഷ്ടിയ ഞാനും നിങ്ങളും ഒക്കെ. ദൈവ സൃഷ്ടിച്ച സൃഷ്ടിയ നിന്റെ വീട്, ദൈവ സൃഷ്ടിച്ച ആമേൻ സൃഷ്ടിയ ഈ ദൈവസഭ. ഇതിനകത്തൊരു പാഴവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ, ഇതിനകത്തൊരു ശൂന്യത വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ വാക്ക്: വെളിച്ചം ഉണ്ടാകട്ടെ. ആമേൻ. ശൂന്യത മാറ്റാൻ ക്രിസ്തുവാകുന്ന വെളിച്ചം വെളിപ്പെടണം. അത് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. സ്ത്രീ വിളക്ക് കത്തിച്ചു. ആമേൻ. ഒരിക്കലും ആമേൻ നിങ്ങളുടെ ശൂന്യത മാറത്തില്ല എന്ന് ചിന്തിക്കരുത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്: വെളിച്ചമാകുന്ന ക്രിസ്തു നിന്റെ ലൈഫിലോട്ട് വന്നാൽ ശൂന്യത മാറും. കാണാതെ മറഞ്ഞു കിടക്കുന്ന ദ്രഹ്മ നിന്റെ കൺകളിൽ വെളിപ്പെടും. ഇന്ന് പകലിൽ ഞാൻ ദൂത് പറയാം പ്രിയരെ. ആമേൻ. നിന്റെ ശ്രദ്ധക്കുറവ് മുഖാന്തരം എവിടെയാ ശ്രദ്ധക്കുറവ്? സഭാപ്രസംഗം എഴുതി വെച്ചു. ആമേൻ. മക്കളെ വളർത്തേണ്ടുന്ന രീതിയിൽ എന്ത് ചെയ്യണം? ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം. മക്കൾ തെറ്റ് ചെയ്താൽ അവനെ വടിയെടുത്ത് ശിക്ഷിക്കണം. പറഞ്ഞിട്ടുണ്ടോ? എവിടെയാ നമുക്ക് ശ്രദ്ധക്കുറവ് വന്നത്? 127-ാം സങ്കീർത്തനത്തിൽ എഴുതി വെച്ചു, മക്കൾ യഹോവ തരുന്ന ദാനമാണ്. ആമേൻ. അത് നമ്മുടെ അവകാശമാണ്. പക്ഷെ മറന്നുപോയി. മക്കൾക്ക് ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുത്തു, മക്കളെ ഇഷ്ടത്തിനങ്ങ് വിട്ടുകൊടുത്തു. നോ. വീരന്റെ കയ്യിലെ അസ്ത്രം പോലെ നിന്റെ തലമുറകൾ ഇരിക്കേണ്ട ഇടത്ത് നീ തലമുറകളെ ആമേൻ ആവനാഴിയിൽ നിന്നെടുത്ത് നീ പുറത്തേക്കിട്ടു. എന്താ കാര്യം? എവിടെയോ ഒരു അശ്രദ്ധ. വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു തിരുവഴുത്ത് നീ മറന്നുപോയി. ആമേൻ. ആ തിരുവഴുത്തിന് ശ്രദ്ധ കൊടുക്കുവാൻ കഴിഞ്ഞില്ല. ആമേൻ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ നീ അവനെ അഭ്യസിപ്പിച്ചിരുന്നെങ്കിൽ നിന്റെ കയ്യിൽ എപ്പോഴും ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു അസ്ത്രമായിട്ട് അവൻ മാറുമായിരുന്നു. എന്റെ ചോദ്യം, എപ്പോഴാ നിന്റെ കുഞ്ഞിന് വേണ്ടി നീ നിലവിളിച്ചു തുടങ്ങിയത്? എപ്പോഴാ നിന്റെ കുഞ്ഞിന് വേണ്ടി നീ ഉപവസിച്ചു തുടങ്ങിയത്? എവിടെയൊക്കെയോ തെറ്റിപ്പോയപ്പോൾ, എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉടലെടുത്തപ്പോൾ, ജീവിതത്തിൽ ഒരു ശ്രദ്ധക്കുറവ് വന്നപ്പോൾ, ആമേൻ, കാത്തു സൂക്ഷിച്ചു വച്ചിരുന്ന 10 ദ്രഹ്മയിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ആ സ്ത്രീ തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട്: നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു പിടിക്കുവാൻ ഒരു വെളിച്ചമുണ്ടായാൽ മതി. അവൾ അതുകൊണ്ട് ആദ്യം വിളക്ക് കത്തിച്ചു. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് കൈമാറട്ടെ, നിന്റെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയ ആമേൻ തലമുറ ആയിക്കോട്ടെ, സമ്പത്തായിക്കോട്ടെ, വസ്തുവകകളായിക്കോട്ടെ, തിരിച്ചു പിടിക്കുവാൻ കഴിയോ? തിരിച്ചു പിടിക്കുവാൻ കഴിയോ? ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുക, നിനക്ക് നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു കണ്ടെത്തുവാൻ കഴിയും. കഴിയും. ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രിയരെ, ഞാൻ എന്റെ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ പറയാം,
എൻ്റെ ഏകദേശ സാക്ഷിയൊക്കെ നിങ്ങൾക്കറിയാം. ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എടുക്കുന്ന കാറുകളൊക്കെ വട്ടിപ്പലിശക്കാരൻ്റെ വീട്ടിലാണ് കിടക്കുന്നത്. ഞാനങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഏത് കാർ എടുത്താലും വട്ടിപ്പലിശക്കാരനെ കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ വണ്ടി എടുക്കുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര രസമാണ്, ചിരിയ. അവർക്കറിയാം ഇതെത്ര ദിവസമാണെന്ന്. ആമേൻ. വളരെ വ്യക്തമായിട്ട് പറയട്ടെ പ്രിയരെ, എന്നാൽ ഞാൻ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിച്ചു. നഷ്ടപ്പെട്ടതൊക്കെ ദൈവം എനിക്ക് തിരിച്ചു തന്നു. ആമേൻ. എന്താ കാര്യ? ബൈബിൾ എഴുതി വെച്ചു, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ആമേൻ. ബൈബിൾ എഴുതി വെച്ചു, ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഇത്രയധികം ദാനങ്ങളെ കൊടുക്കുന്നു എങ്കിൽ എന്നോട് യാചിക്കുന്ന നിങ്ങൾക്ക് ഞാൻ എത്രയധികം പരിശുദ്ധാത്മാവിനെ തരും. ഈ പരിശുദ്ധാത്മാവ് പൊളിഞ്ഞതിനെ പണിയും, ഈ പരിശുദ്ധാത്മാവ് തകർക്കപ്പെട്ടതിനെ പുതുക്കും, ഈ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കൊണ്ടുവരും. വിശ്വസിക്ക്. നിന്റെ കൺമുമ്പിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നന്മകളെ ദൈവം നിന്റെ കൺമുമ്പിൽ തിരിച്ചു കൊണ്ടുവരും. വിശ്വസിക്ക്. നിന്റെ കൺമുമ്പിൽ നിന്ന് ഇന്നലെ നീ അനുഭവിച്ചു കൊണ്ടിരുന്ന എന്തൊക്കെ പോയില്ലേ? പ്രിയരെ, ഒരു സമയത്ത് ഒരു ബാങ്കിൽ ചെന്ന് ഒരു ലോണിന് മുട്ടിയാൽ ഒറ്റ ബാങ്കുകാർ തരത്തില്ല, ഓട്ടിക്കും. ഇപ്പൊ പിറകെന്ന് വിളിയ. ഞാൻ ബാങ്കുകാരെടുത്ത് പറയും, ഈ സുനിൽ പാസ് ലോൺ എടുക്കത്തില്ല, നിന്റെ ലോൺ എനിക്ക് വേണ്ട. ഒരു സമയത്ത് ഞാൻ ലോണിന്റെ പിറകെ യാത്ര ചെയ്തതാ. അന്ന് പട്ടിണി കിടക്കാൻ ഞാൻ തയ്യാറായി. അന്ന് ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ യഹോവയോട് വിളിച്ചപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എന്റെ നിലവിളി കേട്ടു. അതേ പ്രിയരെ, മനുഷ്യൻ നിന്റെ മുമ്പിൽ വാതിലുകൾ അടയ്ക്കുമ്പോൾ നിന്റെ അപേക്ഷ കേൾക്കുന്ന, നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവത്തിന്റെ മുൻപിൽ നീ മുട്ടുമടക്കിയാൽ, നിന്റെ സമയം ചെലവഴിച്ചാൽ, നിനക്ക് വേണ്ടി ദൈവം ചിലത് നിന്റെ കൺമുമ്പിൽ ഒരുക്കും. വിശ്വസിക്ക്. നഷ്ടപ്പെട്ടതൊക്കെ ദൈവം നിങ്ങൾക്ക് തിരിച്ചു തരും. അത് തലമുറയാണെങ്കിൽ തലമുറ. ആമേൻ. ഉദാഹരണം ബൈബിൾ പറയുന്നുണ്ട്, ഇയ്യോബിന്റെ ജീവിതം. നഷ്ടപ്പെട്ടതൊക്കെ ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കും. ഒന്ന് നഷ്ടപ്പെട്ടത് ഓർത്തുകൊണ്ട് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കരുത്. വിളക്ക് കത്തിക്കണം. വീട്ടിനകത്ത് ക്രിസ്തു വെളിപ്പെടണം. ബഥാന്യയിലെ ലാസറിന്റെ വീട്ടിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. ഒരു ഭാഗത്ത് തന്റെ സഹോദരി ശരീരം വിറ്റ് ജീവിക്കുന്നവൾ, ഒരു ഭാഗത്ത് രോഗിയായ സഹോദരൻ ലാസർ. പക്ഷെ ഒറ്റ കാര്യം പ്രിയരെ, ബഥാന്യയിൽ യേശു വന്നു എന്ന് കണ്ട മാത്രയിൽ തന്നെ ഓടിച്ചെന്ന് മാർത്ത യേശുവിനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്കറിയാം ഈ അപമാനിതമായ അല്ലെങ്കിൽ തകർക്കപ്പെട്ട സമൂഹത്തിന് മുമ്പിൽ ഒറ്റപ്പെട്ട ഈ വീടിന്റെ അവസ്ഥ മാറണമെങ്കിൽ ലോകത്തിന്റെ വെളിച്ചമാകുന്ന ഞാൻ തന്നെ ഈ ലോകത്തിന്റെ വെളിച്ചമെന്ന് ഡിക്ലെയർ ചെയ്ത ഈ യേശു എന്റെ വീട്ടിനകത്ത് വരണോ. നിങ്ങൾ നോക്കിക്കാണണം പ്രിയരെ, ലൂക്കോസ് 7 തന്റെ സഹോദരി യേശുവിന്റെ പിറകിൽ ചെന്ന് കരയുകയാ. ലൂക്കോസ് യോഹന്നാൻ 11 തന്റെ വീട്ടിനകത്തൊരു സഹോദരൻ മരിക്കുകയാ. പക്ഷേ യോഹന്നാൻ 12 ചരിത്രത്തെ മാറ്റി എഴുതി. ലൂക്കോസ് 7 വേശ്യയുടെ വീട് എന്ന് പറയപ്പെട്ട വീട്. യോഹന്നാൻ 11 ഹല്ലേലൂയ യേശുവിന്റെ പ്രിയ സ്നേഹിതൻ എന്ന് പേർ പറയപ്പെട്ട ലാസർ മരിച്ച വീടെന്ന് പറഞ്ഞെങ്കിൽ 12-ാം അധ്യായം അത് വിരുന്നൊരുക്കുന്ന വീടായി മാറി. ഇന്ന് ഞാൻ കൈമാറുകയാ, നിന്റെ വീട് ഒരു വിരുന്നിന്റെ വീടായി മാറാൻ പോകുകയാ. നിന്റെ വീട് ഒരു സന്തോഷത്തിന്റെ വീടായി മാറാൻ പോകുകയാ. അവസാനത്തെ ദൂത് പറഞ്ഞിട്ട് എനിക്കറിയാം സമയം അതിക്രമിച്ചു. പക്ഷെ 4-ാമത്തെ ദൂത് ലൂക്കോസ് 15 11 12 13 വാക്യങ്ങളൊക്കെ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ഒരു അപ്പനെ കുറിച്ചും 2 മക്കളെ കുറിച്ച് പറയുന്നു. ഒറ്റ വാക്കിൽ ഞാൻ പറയട്ടെ പ്രിയരെ, സുബോധം നഷ്ടപ്പെട്ടു പോയ മകൻ. സുബോധം നഷ്ടപ്പെട്ടു പോയപ്പോൾ അവൻ ആദ്യം മറന്നത് അപ്പന്റെ കരുതൽ, അപ്പന്റെ സ്നേഹം, അപ്പന്റെ കൂടെയുള്ള സുരക്ഷിതത്വം. ഹല്ലേലൂയ. പലപ്പോഴും യൗവനത്തിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ മക്കൾക്ക് തോന്നാറുണ്ട്, ഞാൻ എന്തൊക്കെ ആയെന്ന്. പ്രിയരെ, എൻ്റെ കൂടെ നിൽക്കുന്ന പ്രവർത്തകരോട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ പ്രസംഗം ആരെങ്കിലും നല്ലതെന്ന് പറഞ്ഞാൽ അന്ന് നീ സാഷ്ടാംഗം ദൈവത്തിന്റെ സന്നിധിയിൽ വീണോളണം. നിന്റെ വർഷിപ്പ് കൊള്ളാമെന്ന് പറഞ്ഞാൽ, ആ മനുഷ്യന്റെ പ്രാർത്ഥന കൊള്ളാമെന്ന് പറഞ്ഞാൽ നീ വീണുകൊള്ളണം. എന്തെന്നറിയാമോ പ്രിയരെ, ബൈബിളിനകത്ത് ഉസിയാവെന്നൊരു രാജാവിനെ കുറിച്ച് പറയുന്നു. ചെറുപ്പ കാലഘട്ടത്ത് സെഖരിയാവെന്ന വചന പണ്ഡിതന്റെ കീഴിലിരുന്നു കൊണ്ട് വചനം അഭ്യസിപ്പിച്ച് ചെറുപ്പം മുതൽ ദൈവത്തെ അന്വേഷിച്ച് നടന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ഉസിയ രാജാവ്. 16-ാമത്തെ വയസ്സിൽ ഇസ്രായേലിന്റെ ഭരണം ഏറ്റെടുത്ത് 52 സംവത്സരക്കാലം യെരുശലേം ഭരിച്ച ഒരു രാജാവ്.
പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഉസിയാവിന്റെ 16-ാമത്തെ വയസ്സിൽ ആമേൻ തൻ്റെ ദേശക്കാരെല്ലാം കൂടെ ചെന്ന് തൻ്റെ പിതാവായ അമസ്യാവ് മരിച്ചു കഴിയുമ്പോൾ ആമേൻ ഉസിയാവിനെ പിടിച്ച് രാജാവാക്കുകയാ. പക്ഷെ രാജാവാക്കുന്നതിന് മുൻപേ സെഖര്യാവ് എന്ന വേദപണ്ഡിതൻ മരിച്ചു, വധിക്കപ്പെട്ടു. എന്തുകൊണ്ടെന്നറിയാമോ? 16-ാമത്തെ വയസ്സിൽ ഉസിയാവിനെ പിടിച്ച് രാജാവാക്കി തീർത്തത് ഇവൻ ദൈവത്തെ അന്വേഷിക്കുന്നവനായിരുന്നു. ഇവൻ ദൈവത്തെ അന്വേഷിക്കുന്നവനായപ്പോൾ ഇവന്റെ എല്ലാ കാര്യത്തിലും ദൈവം അങ്ങ് പ്രസാദിക്കാൻ തുടങ്ങി. ഇവൻ എന്തു ചെയ്താലും ദൈവം പ്രവർത്തിക്കും, ഇവന്റെ കാര്യങ്ങളെ സാധിപ്പിച്ചു. ആമേൻ. ഇവന്റെ കൂടെ ദൈവമുണ്ടെന്ന് കണ്ടപ്പോൾ യെരുശലേം നിവാസികൾ പറഞ്ഞു, അടുത്ത രാജാവ് ഉസിയാവ് തന്നെ. 16-ാമത്തെ വയസ്സിൽ ഉസിയാവ് യെരുശലേമിന്റെ രാജാവായിട്ട് അധികാരമേറ്റെടുത്തു, മുന്നോട്ട് പോയി. അവൻ എല്ലായിടത്തും അവന്റെ പേര് ആദ്യം മിസ്രൈമിൽ പ്രസിദ്ധമായി, അടുത്ത് ദേശം മുഴുവനും പ്രസിദ്ധമായി. എന്താ കാര്യം പ്രിയരെ? ദൈവം ഇവൻ എന്ത് ചെയ്താലും ദൈവം അങ്ങോട്ട് പ്രസാദിപ്പിക്കും. എന്നാൽ ബൈബിൾ എഴുതി വെച്ചൊരു കാര്യമുണ്ട്, അവന്റെ നാശത്തിനായിട്ട് നിഗളം അവന്റെ അകത്തേക്ക് കയറി. എങ്ങനെയെന്നറിയാമോ നിഗളം? ദൈവം ലേവ്യ പുസ്തകത്തിനകത്ത് ഒരു ഗ്രൂപ്പിനെ വേർതിരിച്ചു. ആമേൻ. അത് ദൈവത്തിന്റെ സന്നിധിയിൽ ധൂപം കാട്ടുവാൻ വേണ്ടി അഹരോന്യ ഗോത്രത്തിനൊരു അങ്ങ് മാറ്റിക്കൊടുത്തു. എന്താ സംഭവിച്ചതെന്നറിയാമോ? അഹരോന്യ പുരോഹിതന്മാർ ധൂപം കാട്ടേണ്ട സ്ഥലത്ത് ഉസിയാവ് പറഞ്ഞു, നിങ്ങൾ ധൂപം കാട്ടേണ്ട, ഞാൻ ധൂപം കാട്ടും. പുരോഹിതന്മാർ പറഞ്ഞു, പാടില്ല പാടില്ല, അത് ദൈവത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ രാജാവ് പറഞ്ഞു, ഇല്ല ഇല്ല ഇല്ല, ഞാൻ ചെയ്യും. പ്രിയരെ, നീ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ജോയ് പാസ്റ്റർ അല്ല, സുനിൽ പാസ്റ്റർ അല്ല. നീ എവിടെ നിൽക്കണമെന്നും നീ എന്ത് ചെയ്യണമെന്നും നീ എന്ത് പ്രവർത്തിക്കണമെന്നും തീരുമാനിക്കേണ്ട ദൈവമാ. നിനക്ക് ആഗ്രഹമുണ്ടായിരിക്കാം, നിനക്ക് താല്പര്യമുണ്ടായിരിക്കാം, മറ്റുള്ളവർ പറയുമായിരിക്കാം, പക്ഷെ പറ്റത്തില്ല. കാരണം ഇതിന്റെ അധികാരി സർവശക്തനായ ദൈവമാ. ഉസിയാവെ, നിനക്ക് തെറ്റിപ്പറ്റിപ്പോയി. നിന്നെ യെരുശലേമിന്റെ രാജാവാക്കി മാറ്റുവാൻ ഇവിടത്തെ നാട്ടുകാർക്ക് കഴിഞ്ഞു. പക്ഷേ ദൈവസഭയ്ക്കകത്ത് അതിവിശുദ്ധ സ്ഥലത്ത് ധൂപം കാട്ടുവാൻ ആമേൻ നിനക്ക് അനുവാദം ദൈവം തന്നിട്ടില്ല. ആമേൻ. ബൈബിൾ എഴുതി വെച്ചു, ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട് അതിവിശുദ്ധ സ്ഥലത്ത്, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോമിൽ ഇവൻ കയറി. അഹരോന്യ പുരോഹിതന്മാര് മാറ്റി നിർത്തിയിട്ട് ഇവൻ ധൂപം കാട്ടി. ഉസിയാവ് കുഷ്ഠരോഗിയായിട്ട് മാറി. 52 സംവത്സരം ഇസ്രായേൽ രാജ്യം ഭരിച്ച രാജാവിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവൻ ശേഷിച്ച കാലം മുഴുവനും അവൻ ഒരു പ്രത്യേക മുറിക്കകത്ത് കുഷ്ഠരോഗികളെ വസിപ്പിക്കുന്ന ഒരു ചെറിയ ഷെഡിനകത്ത് അവന് താമസിക്കേണ്ടി വന്നു. അവൻ ദൈവത്തെ അന്വേഷിച്ച് ദൈവ സകല കാര്യങ്ങളും അവൻ പ്രസാദിപ്പിച്ച് അവനെ ദേശക്കാരുടെ മുൻപിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ടവനായി മാറ്റിയപ്പോൾ അവന്റെ നാശത്തിനായിട്ട് അവന്റെ അകത്ത് നിഗളം. യാക്കോബ് എഴുതി വെച്ചു, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഞാൻ പ്രസംഗിക്കുന്നത് അവന്റെ കൃപയാണ്, ഞാൻ പാടുന്നത് അവന്റെ കൃപയാണ്. ആമേൻ. കൃപയല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമല്ല പ്രിയരെ. യഥാർത്ഥമായിട്ടും ആമേൻ, ഈ ദൈവസഭയോട് ഞാൻ പറയട്ടെ പ്രിയരെ, ഈ ദൈവസഭ ഇവിടെ പണിയപ്പെട്ടത് കൃപ 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 കൃപ. ഇതിനകത്ത് എന്ത് ഇൻവെസ്റ്റ്മെന്റാ? ജോയ് പാസ്റ്ററുടെ കരുത്താണോ? അല്ല, ഓൺലി ഗ്രേസ്. അതുകൊണ്ട് പ്രിയരെ, ഒന്ന് ഞാൻ പറയട്ടെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന എൻ്റെ ലൈഫിനെ മാറ്റി ഒരു വചനോട് തിമോത്തിയോസിനോട് പൗലോസ്, നീ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുക? തൃപ്തിപ്പെടുക. നിനക്ക് ഇവിടെ ഇരുന്ന് വചനം കേൾക്കാനാണ് ദൈവം അവസരം തന്നോട്, നീ തൃപ്തിപ്പെട്, നീ തൃപ്തിപ്പെട്. പ്രിയരെ, 3.5 വർഷക്കാലം ഒരു ദൈവസഭയ്ക്കകത്ത് ഒരു ദൈവദാസന് കീഴ്പ്പെട്ട് നിന്നപ്പോൾ എനിക്ക് കിട്ടിയത് വെറും 5 മിനിറ്റാ. 5 മിനിറ്റ് പ്രസംഗിക്കാൻ. എന്നിട്ട് പ്രസംഗിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോൾ നിങ്ങളെപ്പോലെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഇദ്ദേഹം എന്നോട് ചോദിക്കാൻ, നിന്നെ ആരടാ പ്രസംഗിക്കാൻ പഠിപ്പിച്ചത്? നിന്നെ ആരടാ പ്രസംഗിക്കാൻ പഠിപ്പിച്ചത്? ഇങ്ങനെയാണ് പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞ് നിന്ദിച്ച് വിട്ടപ്പോഴും എനിക്ക് ഒറ്റ കാര്യം അറിയാൻ പ്രിയരെ, വിളിച്ച ദൈവം വിശ്വസ്തനാ, വിളിച്ച ദൈവം വിശ്വസ്തനാ. ഞാൻ എൻ്റെ ദൈവദാസനെതിരെ മുഖം കറക്കാൻ പോയില്ല, ഞാനത് സന്തോഷത്തോടെ ഏറ്റെടുത്തു. എന്നാൽ അതേ
ആ ഡേറ്റ് എന്നെ അങ്ങനെ അപമാനിച്ചതിന്റെ അടുത്ത വർഷം അതേ ദിവസം കാഞ്ഞിരംകുളത്തൊരു മീറ്റിംഗിന്റെ മുമ്പിൽ സാമച്ചൻ പാസ്റ്ററിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നിന്റെ മെസ്സേജ് ലോകത്തിൽ വിപ്ലവ സൃഷ്ടിക്കും. നിന്റെ മെസ്സേജ് കേൾക്കാൻ വേണ്ടി അനവധി ലോക രാഷ്ട്രങ്ങളിൽ നിന്ന് അനവധി അഭിഷിക്തന്മാർ നിന്റെ സഭയ്ക്കകത്ത് കടന്നു വരും. നീ നിന്നെ കുറിച്ച് ആൾക്കാർ കുറ്റം പറയുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, ഇതിലൊന്നിലും കാര്യമില്ല. നിന്നെ കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. വിശ്വസിക്ക്. ആമേൻ. പിശാചിന്റെ ആഗ്രഹം നിന്റെ സുബോധത്തെ നഷ്ടപ്പെടുത്തണം, നിന്നെ പുറത്താക്കണം. എന്ത് ചെയ്യും? അപ്പനോടുള്ള കരുതലിനെ നിന്നിൽ നിന്ന് അങ്ങനെ അടർത്തി മാറ്റും. അവൻ മറന്നുപോയി. കൂട്ടുകാർ നടക്കുന്ന കണ്ടപ്പോൾ, അവരിങ്ങനെ നടക്കുന്നുണ്ടപ്പോൾ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു അങ്ങനെ നടക്കുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലേ? പാസ്റ്റർമാർ ഇന്നോവ കാറിൽ പോകുന്നു. അതെ, ഇന്നോവ കാറിൽ പോകുന്നു. അത് നിങ്ങൾ കണ്ടല്ലോ, അല്ലേ? സന്തോഷം. പക്ഷെ നിങ്ങൾ കാണാത്ത ഒന്നുണ്ട് പ്രിയരെ. 90 ദിവസമൊക്കെ തുടർമാനമായിട്ട് ഉപവസിച്ച ലൈഫ് എൻ്റെ ലൈഫിനകത്തുണ്ടായിരുന്നു. 40 ദിവസം ഉപവസിച്ച് 3 ദിവസം റെസ്റ്റ് എടുത്ത് അടുത്ത 40 ദിവസം ഉപവസിച്ച ദിനങ്ങളുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ കണ്ടിട്ടില്ല. ആമേൻ. ഇന്ന് അവർ കാണുന്നത് നല്ല കാറിൽ യാത്ര ചെയ്യുന്നു, നല്ല വേദികളിൽ നിൽക്കുന്നു. ആമേൻ. യൂട്യൂബിലുണ്ട്, ആമേൻ, ടിവിയിലുണ്ട്, എല്ലായിടത്തുമുണ്ട്. ഇതിന്റെ റീസൺ എന്തെന്നറിയാമോ? മനുഷ്യന്റെ കണ്ണ് കാണാത്ത നാളുകൾ നമ്മുടെ ലൈഫിനകത്തുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളെ പുറത്തെടുക്കുന്ന ഒരു ദിവസമുണ്ട്, ഞങ്ങളെ പുറത്ത് കാണിക്കുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ടാ പത്രോസ് എഴുതി വെച്ചത്, അവന്റെ കൃപ വെളിപ്പെടുന്നത് വരെ അവന്റെ ബലമുള്ള കൈക്കീഴിൽ നീ ഒന്നങ്ങ് താണിരിക്കുക. ഈ വചനം ശ്രദ്ധിക്കാതെ ഞാൻ ഇങ്ങനെ പറയാൻ പ്രിയരെ, മകൻ എന്ത് ചെയ്തെന്നറിയാമോ? അപ്പന്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. ഇത്രയും മാത്രം ഞാൻ പറയാം. ഗദരദേശത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, മർക്കോസ് 5 പഠിക്കുമ്പോൾ കല്ലറയിൽ കിടന്നുറങ്ങുന്ന ഒരു മകനെ കാണാൻ പറ്റും. വസ്ത്രം ധരിപ്പിക്കുന്ന വസ്ത്രത്തെ വലിച്ചു കീറിക്കളയുന്ന ഒരു മകനെ കാണാൻ പറ്റും. ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിട്ടാലും ആ ബന്ധനത്തെ പൊട്ടിച്ചെറിയുന്ന ഒരു മകനെ കാണാൻ പറ്റും. എന്തുകൊണ്ടെന്നറിയാമോ? സുബോധം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാ. ഇവിടെ സുബോധം നഷ്ടപ്പെട്ടു പോയവൾ അവൻ ആദ്യം ചെയ്തത്, അപ്പന്റെ സുരക്ഷിതത്വത്തിൽ നിന്ന് അവൻ പുറത്തിറങ്ങി, അപ്പന്റെ കരവലയത്തിൽ നിന്ന് അവൻ പുറത്തിറങ്ങി, അപ്പന്റെ സ്നേഹത്തിൽ നിന്ന് അവൻ പുറത്തിറങ്ങിയപ്പോഴാ അവൻ മനസ്സിലാക്കിയത്, ഈ സുരക്ഷിതത്വം അവിടെ കിട്ടത്തില്ലെന്ന്, ഈ സന്തോഷം അവിടെ കിട്ടത്തില്ലെന്ന്. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയട്ടെ, കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വിലയറിയത്തില്ല എന്ന് പലരും പറയുന്നത് പോലെ, ഒരു നല്ല ഇടയന്റെ കീഴിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കതിന്റെ വിലയറിയത്തില്ല പ്രിയരെ. നിങ്ങൾക്ക് വേണ്ടി ജാഗ്രതയോടെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവസഭയ്ക്കകത്ത് ഇരിക്കുമ്പോൾ നിങ്ങൾക്കതിന്റെ സുരക്ഷിതത്വം അറിയത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയരെ, പന്നിക്കൂട്ടിനകത്ത് അതിലൊരു വിഷയമുണ്ട്. യഹൂദന്മാർക്ക് വെറുപ്പാ പന്നി. എന്നാൽ വെറുക്കപ്പെട്ട അതേ പന്നികളെ മേയ്ക്കുവാനുള്ള ഗതികേട് ഇവന്റെ ലൈഫിനകത്ത് വന്നു. അതേ പന്നികൾക്ക് കൊടുക്കുന്ന ആഹാരത്തിന് ഇവൻ വേണ്ടി ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ഇവൻ പന്നിക്ക് തുല്യനായിട്ട് മാറിയെന്ന. അപ്പോഴാ ഇവൻ അപ്പന്റെ വീടിനെ കുറിച്ച് ചിന്തിച്ചത്. ഇന്ന് ഞാൻ പറയട്ടെ പ്രിയരെ, ഒറ്റ വാക്ക് പറഞ്ഞ ദൂത് നിർത്തട്ടെ. സുബോധം നഷ്ടപ്പെട്ട് അപ്പന്റെ വീട് വിട്ട് ഇറങ്ങിയവന് പന്നിക്കൂട്ടിനകത്ത് കൊടുത്ത് സുബോധം കൊടുത്ത് തിരിച്ച് അപ്പന്റെ അടുക്കൽ കൊണ്ടുവന്നതുപോലെ ഇന്ന് പകൽക്കാലം ഞാൻ ദൂത് പറയാം. സുബോധം നഷ്ടപ്പെട്ട് നിന്റെ വീട്ടിനകത്ത് കയറാതെ, ദൈവസഭയ്ക്കകത്ത് കയറാതെ, നിന്റെ വീട്ടിനകത്തുനിന്ന് ഭക്ഷണം കഴിക്കാതെ അലഞ്ഞു തിരിയുന്ന തലമുറകളുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ദൂത് വിളിച്ച് പറയാം, അവരെ തിരിച്ച് അപ്പന്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോവുകയാ. നിങ്ങൾ വിശ്വസിക്ക് പ്രിയരെ. പോയത് മടങ്ങി വരൂ. തെറ്റിപ്പോയതിനെ തിരിച്ചു ചേർക്കോ. സുബോധം നഷ്ടപ്പെട്ടു പോയത് സുബോധം പ്രാപിച്ച് തിരിച്ചു വരൂ. വിശ്വസിക്ക്. 4 ദൂത്. 1, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. 2, കൂട്ടം തെറ്റിയതിനെ കൂട്ടത്തോട് ചേർക്കും. 3, നഷ്ടപ്പെട്ടു പോയതിനെ ദൈവം തിരിച്ചു തരും. 4, സുബോധം നഷ്ടപ്പെട്ടു പോയതിന് സുബോധം തിരിച്ചു കൊടുക്കും. എത്ര പേർക്ക് ഈ ദൂത് ഏറ്റെടുക്കുവാൻ പറ്റോ? ഇന്ന് പകൽക്കാല ബൈബിൾ എഴുതി വെച്ചു, നിങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. ആമേൻ. നിങ്ങൾ സന്തോഷമുള്ളവരായി മാറാൻ പോകുക. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. നിങ്ങളുടെ നിരാശകളെല്ലാം മാറും. ആ ദൂത് ഏറ്റെടുക്കാൻ പറ്റുമോ?
നിങ്ങളുടെ വീട്ടിനകത്തുള്ള നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഇന്ന് നിങ്ങൾ കരയുന്നത് നാളെ നിങ്ങൾ സന്തോഷിക്കാൻ കാരണമായി തീരും. ഇന്ന് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നത് നാളെ നിങ്ങൾ സന്തോഷിക്കാൻ കാരണമായി തീരും. എന്താ റീസൺ? എന്റെ രക്ഷക, എൻ ദൈവമേ, നീ അല്ലാതില്ലാരും എന്നേശു മാത്രം മതിയേനിക്കേതു. ഒരു നിമിഷം ഇരിക്കുന്ന ഇരിപ്പിടം വിട്ടത് എഴുന്നേറ്റട്ടെ. എന്നേശുവല്ലാതില്ലെനിക്കൊരാശ്രയം ഭൂവിൽ നിന്മാർവിലല്ലാതില്ലെനിക്കു വിശ്രാമം വേറെ. ഈ പാരിലും പാരത്തിലും നീസ്തുല്യനൻ. ഞാനൊരു എക്സാമ്പിൾ കൂടി പറയാം. ഞങ്ങളുടെ ദൈവസഭ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ദൈവസഭയ്ക്ക് കീഴെയുള്ള ഒരു ബിൽഡിങ്ങിൽ വലിയൊരു ഓൺലൈൻ എക്സാം സെന്റർ വന്നു. അവരാദ്യം ചെയ്ത ദൈവസഭയ്ക്കെതിരെ അവർ തിരിഞ്ഞു. അവർക്ക് പരീക്ഷ നടത്താൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അവിടുത്തെ ഓണറെ കൊണ്ട് ഞങ്ങളുടെ സഭയുടെ ജനലെല്ലാം ബ്ലോക്ക് ചെയ്യിപ്പിച്ചു, കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യിപ്പിച്ചു. ജനത്തിന് അവിടെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയെ, ഭയങ്കരമായ ചൂട്. AC 2 AC അപ്പുറത്ത് ഓൺ ചെയ്താൽ അപ്പോൾ ട്രിപ്പ് അടിച്ചു പോകും. അങ്ങനെയുള്ള വയറിങ്. ആ ഓൺലൈനിൽ നടത്തുന്ന ആ മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പണ്ടൊരു സുനിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് ആ സുനിലില്ല, മരിച്ചുപോയി. ഒരു വാക്ക് പറയുന്നതിനും അടുത്ത വാക്കിന് വാളെടുക്കുന്ന ഒരു സുനിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് ആ സുനിലില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, പ്രാർത്ഥിക്കാൻ. നിനക്കെതിരെ ശത്രുക്കൾ പറയുന്നതെല്ലാം പറഞ്ഞോട്ടെ, അവർ പ്രവർത്തിക്കുന്നതെല്ലാം പ്രവർത്തിച്ചോട്ടെ, നീ പ്രാർത്ഥിച്ചാൽ മതി. എന്നറിയാമോ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു കർത്താവുണ്ട്. എന്ത് സംഭവിച്ചെന്നറിയാമോ പ്രിയരെ? ഇദ്ദേഹം ഗൾഫിലിരിക്കുന്ന ഓണറെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ച ആ സ്ഥാപനത്തെ മൂടിപ്പിക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാനേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ 21 days ഫാസ്റ്റിംഗ് തുടങ്ങി. 21 days ഫാസ്റ്റിംഗ് തുടങ്ങി തീരുന്നതിൻ്റെ അന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ 100 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 100 hours ചർച്ച് ഒന്നടങ്കം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് എന്ത് സംഭവിച്ചെന്നറിയാമോ? ഞങ്ങളൊരു ആരാധന നടക്കേ ഞായറാഴ്ച. ആരാധന കഴിഞ്ഞ് പുറത്തു നോക്കിയാൽ ഭയങ്കര ബഹളം, പോലീസിൻ്റെ ബഹളം. രാഷ്ട്രീയ പാർട്ടിക്കാർ, SFIക്കാർ, ABVPക്കാർ, KSCക്കാരെല്ലാം സമരം വിളിക്കുന്നു. MLA വന്നു, MP വന്നു. നോക്കിയപ്പോൾ എന്തെന്നറിയാമോ? വലിയൊരു എൻട്രൻസ് എക്സാം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് എല്ലാം അടിച്ചൊക്കെ പോയി, എല്ലാം പോയി. എത്ര കുഞ്ഞുങ്ങളുടെ ഭാവിയാ, ഭയങ്കര പ്രശ്നമായി. ഇപ്പം ഞങ്ങളുമായിട്ട് അവർ ഭയങ്കര സഹകരണമാണ്. അതാ ബൈബിൾ എഴുതി വെച്ചത്, നിന്റെ ശത്രുക്കളുടെ മുൻപിൽ മേശയൊരുക്കുന്നൊരു ദൈവമുണ്ട്. നീ സകാരത്തിന് സകാരം കൊടുക്കാൻ പോകരുത്, ദോഷത്തിന് പകരം ദോഷം ചെയ്യാൻ പോകരുത്. ഈ സഭ ഒന്നടങ്കം പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഇതിനകത്തൊരു ഉണർവുണ്ട്. ഞാൻ ഈ ദൈവസഭയോട് പറയട്ടെ, ഇത് റിവൈവലിന്റെ ചർച്ച. തൊടുപുഴയ്ക്കകത്ത് വേറെ സഭ ഇല്ലാത്തത് കൊണ്ടല്ല ഇങ്ങനെ ഒരു സഭ ഇവിടെ കൊണ്ടുവന്നത്. ദൈവത്തിന് ആവശ്യം, ദൈവത്തിന് കീഴ്പ്പെടുന്ന ഒരു ദൈവസഭയാ, ദൈവത്തിന്റെ ഹിതപ്രകാരം ചലിക്കുന്ന ഒരു ദൈവസഭയാ, ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്ന ഒരു ദൈവസഭയാ. ദൈവം ഒരു ഉണർവിന്റെ തീ ഈ തൊടുപുഴയ്ക്കകത്ത് അയക്കുവാൻ തക്കവണ്ണം ഈ ദൈവസഭ ഇവിടെ സ്ഥാപിച്ചു എങ്കിൽ ഒന്ന് ഞാൻ പറയട്ടെ പ്രിയരെ, ഈ സഭ ഈ ദേശത്തിന്റെ അനുഗ്രഹമാണ്. ഈ പാട്ട് പാടാത്ത ആരെങ്കിലും ഉണ്ടോ? ഒറ്റ മനുഷ്യർ കാണത്തില്ല. അങ്ങനെയെങ്കിൽ ഒരിക്കൽ കൂടെ ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി. എന്റെ രക്ഷക, എൻ ദൈവമേ, നീ അല്ലാതില്ലാരും എന്നേശു മാത്രം മതിയേനിക്കേതു നേരത്തു.
നിമിഷം കരങ്ങളെല്ലാം ഉയർത്തി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്ന് കേൾപ്പിക്കപ്പെട്ട വചനത്തിന് മുൻപാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഞങ്ങളെ കർത്താവ് ശക്തീകരിച്ചതിനായി, ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി, സഭയോട് അറിയിച്ച ദൂതുകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു പിതാവേ. ഇന്ന് കർത്താവെ, നിന്റെ ദൈവദാസന്മാരിലൂടെ ഇന്ന് ഞാൻ സഭയോട് കർത്താവ് സംസാരിച്ചല്ലോ. ഓരോ വ്യക്തികളോട്, ഞങ്ങളോട്, ഞങ്ങളുടെ ഹൃദയങ്ങളോട് കർത്താവ് സംസാരിച്ചല്ലോ. അർപ്പിച്ച എന്ന് കേൾപ്പിച്ച സകല ദൂതുകളും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സഭയായി ചെയ്തതിന് അതിനെ റിസീവ് ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങൾ അതിനെ റിസീവ് ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളതിനെ കാണാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങളതിനെ കാണാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങളതിനെ അനുഭവിക്കാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവെ, ആ വലിയ തലങ്ങളിലേക്ക് ഞങ്ങളെ കർത്താവ് പ്രവേശിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങൾ അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അർപ്പിക്കപ്പെട്ട സ്തോത്ര വഴിപാടുകൾക്കായി, സ്തോത്ര കാഴ്ചയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. നീട്ടിയ ഓരോ കരങ്ങളെയും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പിതാവേ. ഇല്ലാത്ത കരങ്ങളെയും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവർക്ക് ദൈവരാജ്യത്തിന് കൊടുക്കുവാൻ കർത്താവ് നിന്റെ കരങ്ങളെ കർത്താവ് നിറയ്ക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ, സകല നന്മകളാലും നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.